പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൻ്റെ 11ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ കോമ്പിനേഷൻസിൻ്റെ കുറച്ച് പ്രോബ്ലംസ് കൂടി ഡിസ്കസ് ചെയ്യുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ദർ ആർ 10 persons ഇൻ എ റൂം. ഈച്ച് പേഴ്സൺ ഷേക്ക് ഹാൻഡ്സ് വിത്ത് എവരി അതർ പേഴ്സൺ. ഹൗ മെനി ഷേക്ക് ഹാൻഡ്സ് വിൽ ബി ദയർ? ദർ ആർ 10 persons ഇൻ എ റൂം. ഒരു റൂമിൽ 10 പേരുണ്ട്. ഈച്ച് പേഴ്സൺ ഷേക്ക് ഹാൻഡ്സ് വിത്ത് എവരി അതർ പേഴ്സൺ. ഓരോരുത്തരും മറ്റുള്ള എല്ലാവരുമായും ഷേക്ക് ഹാൻഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഷേക്ക് ഹാൻഡ്സ് വിൽ ബി? ഇത് എത്ര ഷേക്ക് ഹാൻഡ്സ് ഉണ്ടാവും? അപ്പോൾ ഒരു ഷേക്ക് ഹാൻഡ് നടക്കണമെങ്കിൽ 2 പേർ തമ്മിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതിന് ഒരു 10 പേരുണ്ട്, അതിൽ 2 പേർ തമ്മിൽ ഷേക്ക് ഹാൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനെ നമുക്ക് ഇങ്ങനെ കണക്കാക്കാം: നമ്മൾ 2 പേരെ സെലക്ട് ചെയ്തു, അവർ തമ്മിൽ ഷേക്ക് ഹാൻഡ് ചെയ്തു. വീണ്ടും 2 പേരെ സെലക്ട് ചെയ്തു, അവർ തമ്മിൽ ഷേക്ക് ഹാൻഡ് ചെയ്തു. അപ്പോൾ എത്ര ഷേക്ക് ഹാൻഡ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ 2 പേരെ സെലക്ട് ചെയ്താൽ എത്ര രീതിയിൽ സെലക്ഷൻ നടത്താൻ പറ്റും? 10 പേരാണുള്ളത്, അതിൽ നിന്ന് നമ്മൾ 2 പേരെ സെലക്ട് ചെയ്യുന്നു. ആ സെലക്ഷൻസ് എത്ര രീതിയിൽ നടത്താൻ പറ്റുമോ അത്രയും എണ്ണം ഷേക്ക് ഹാൻഡുകളും ഉണ്ടാവും. അപ്പോൾ ഷേക്ക് ഹാൻഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് സെലക്ഷനുകളുടെ എണ്ണമാണ്. 10 പേരുള്ളതിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യുമ്പോഴുള്ള സെലക്ഷനുകളുടെ എണ്ണമാണ്. അത് നമുക്കറിയാമല്ലോ. ആകെ n എണ്ണമുണ്ട്, അതിൽ 6 എണ്ണം സെലക്ട് ചെയ്യുകയാണെങ്കിൽ സെലക്ഷൻ്റെ എണ്ണം NCR ആണെന്നറിയാം. അപ്പോൾ ഇവിടെ 10 ആകെ ഉള്ളത്, 2 പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സെലക്ഷൻസിൻ്റെ എണ്ണം 10C2 ആണ്. ദാറ്റ് മീൻസ് ഷേക്ക് ഹാൻഡിൻ്റെ എണ്ണവും 10C2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഷേക്ക് ഹാൻഡ്സ് ഈസ് ഈക്വൽ ടു 10C2. 10C2 എങ്ങനെയാണ്? 10 × 9. ന്യൂമറേറ്ററിൽ 2 ഫാക്ടർ എഴുതണം. ബൈ താഴെ 1 × 2. ആൻസർ 45 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ: ഇൻ എ റൂം every person shake hand with every other person. 28 shake hands were there. How many persons were there in the room? ഒരു റൂമിൽ every person shake hands with every other person. ഓരോരുത്തരും മറ്റുള്ള എല്ലാവരുമായും ഷേക്ക് ഹാൻഡ് നടത്തുന്നു. അങ്ങനെ 28 ഷേക്ക് ഹാൻഡ്സ് നടന്നു. ഹൗ മെനി പേഴ്സൺസ് there were in the room? അവിടെ എത്ര പേരുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ എത്ര പേരുണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ n ആളുകളുണ്ടെന്ന് അസ്യൂം ചെയ്യുക. ലെറ്റ് there be n persons. നേരത്തെ ചിന്തിച്ചതുപോലെ ചിന്തിക്കുക. ഒരു ഷേക്ക് ഹാൻഡ് നടക്കണമെങ്കിൽ 2 പേർ തമ്മിലാണ് നടക്കേണ്ടത്. ദാറ്റ് മീൻസ് 2 പേരെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഷേക്ക് ഹാൻഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് സെലക്ഷനുകളുടെ എണ്ണമാണ്. ആകെ n ആളുകളുണ്ടെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പോൾ ഷേക്ക് ഹാൻഡുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 2 പേരെ സെലക്ട് ചെയ്താൽ ആ സെലക്ഷൻ്റെ എണ്ണം NC2 ആണ്. അപ്പോൾ ഷേക്ക് ഹാൻഡിൻ്റെ എണ്ണവും NC2 ആണ്. നമ്പർ ഓഫ് ഷേക്ക് ഹാൻഡ്സ് NC2. പക്ഷേ നമ്പർ ഓഫ് ഷേക്ക് ഹാൻഡ്സ് 28 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഗിവൺ നമ്പർ ഓഫ് ഷേക്ക് ഹാൻഡ്സ് ഈസ് ഈക്വൽ ടു 28. അപ്പോൾ നമുക്ക് പറയാം NC2 ഈസ് ഈക്വൽ ടു 28. NC2 എങ്ങനെ എടുക്കുക? ന്യൂമറേറ്ററിൽ n തുടങ്ങി 2 ഫാക്ടറുകൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ n × n-1 ബൈ താഴെ 1 × 2. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ n × n-1 ഈസ് ഈക്വൽ ടു 56 എന്ന് വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n × n n², n × -1 -n, n² - n ഈസ് ഈക്വൽ ടു 56. 56 ഇപ്പുറത്തേക്ക് മാറ്റുന്നു. അപ്പോൾ n² - n -56 ഈക്വൽ ടു 0 എന്നായി. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുക? ഒന്നുകിൽ ഫോർമുല ഉപയോഗിച്ച് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു മാർഗം പഠിച്ചതാണ്. എന്താണ്? ഈ n² കോഎഫിഷ്യൻറ്റ് 1 ആണ്. ആ കേസിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ 2 നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ആ 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -56 കിട്ടണം. അതായത് കോൺസ്റ്റൻറ്റ് ടൈം അല്ലേ -56, അത് കിട്ടണം. എപ്പോൾ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ. എന്നാൽ സം എടുക്കുമ്പോൾ, ദാറ്റ് മീൻസ് ആഡ് ചെയ്യുമ്പോൾ എന്നിൻ്റെ കോഎഫിഷ്യൻ്റായ -1 കിട്ടണം. അപ്പോൾ പ്രോഡക്റ്റ് -56ഉം സമ്മ് -1ഉം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -56ഉം ആഡ് ചെയ്യുമ്പോൾ -1ഉം. അത് നമുക്ക് അങ്ങനെയുള്ള 2 നമ്പേഴ്സ് നമുക്കറിയാം. അത് -8ഉം +7ഉമാണെന്ന് അറിയാം. അതുകൊണ്ട് നമുക്കിതിനെ n-8 × n+7 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. 2 ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് 0 ആകുന്ന. ദാറ്റ് മീൻസ് ഒന്നുകിൽ n-8 ഈസ് ഈക്വൽ ടു 0, അതല്ലെങ്കിൽ n+7 ഈക്വൽ ടു 0. അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് മാറ്റിയാൽ n ഈസ് ഈക്വൽ ടു 8 ഓർ n ഈസ് ഈക്വൽ ടു -7. n എന്ന് പറയുന്നത് ആ റൂമിലുള്ള ആളുകളുടെ എണ്ണമാണ്. ആളുകളുടെ എണ്ണം ഒരിക്കലും നെഗറ്റീവ് ആകാൻ പറ്റില്ല. അപ്പോൾ -7 എന്ന വാല്യൂ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എടുക്കാം n ഈസ് ഈക്വൽ ടു 8. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് പേഴ്സൺസ് ഈസ് ഈക്വൽ ടു 8. അടുത്ത ക്വസ്റ്റ്യൻ: ഇൻ എ വോളിബോൾ ടൂർണമെൻറ്റ് ഈച്ച് ടീം പ്ലേഡ് വിത്ത് എവരി അതർ ടീം. ഇൻ എ വോളിബോൾ ടൂർണമെൻറ്റ് ഈച്ച് ടീം പ്ലേഡ് വിത്ത് എവരി അതർ ടീം. ഓരോ ടീമും മറ്റെല്ലാ ടീമുകളുമായും കളിച്ചു. 15 മാച്ചസ് വെയർ പ്ലേഡ്.
15 മാച്ചുകൾ കളിച്ചു. 15 മാച്ചസ് വെയർ പ്ലേഡ്. 15 മാച്ചസ് നടന്നു. ഹൗ മെനി ടീംസ് വെയർ ദെയർ? എത്ര ടീംസ് ഉണ്ടായിരുന്നു? ഇപ്പം തൊട്ട് മുമ്പ് ചെയ്ത അതേ ടൈപ്പ് പ്രോബ്ലം. എത്ര ടീം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ n ടീം ഉണ്ടായിരുന്നു എന്ന് അസ്യൂം ചെയ്യുക. ഒരു മാച്ച് നടക്കണമെങ്കിൽ 2 ടീമുകൾ തമ്മിലാണ് ഒരു മാച്ച് നടക്കേണ്ടത്. അപ്പോൾ എത്ര മാച്ച് നടന്നു എന്ന് ചോദിച്ചാൽ 2 ടീമിനെ സെലക്ട് ചെയ്യുന്നു, അവർ തമ്മിൽ കളിക്കുന്നു. അപ്പോൾ ഒരു മാച്ചായി. അപ്പോൾ മാച്ചുകളുടെ എണ്ണം എന്ന് പറയുന്നത് സെലക്ഷനുകളുടെ എണ്ണമാണ്. 2 സെലക്ട് ചെയ്യുമ്പോഴുള്ള സെലക്ഷനുകളുടെ എണ്ണമാണ്. ആകെ n ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. അതിൽ 2 സെലക്ട് ചെയ്യുമ്പോഴുള്ള സെലക്ഷൻ്റെ എണ്ണം അത് NC2 ആണ്. അപ്പോൾ NC2 15 ആണ്. അതിൽ നിന്ന് നേരത്തെ പോലെ നമുക്ക് എൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നെഗറ്റീവ് വാല്യൂ വന്നാൽ അക്സെപ്റ്റ് ചെയ്യരുത്. കാരണം നമ്പർ അല്ലേ, നമ്പർ ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. നമ്പർ ഓഫ് ടീം നെഗറ്റീവ് ആകില്ല. ഫ്രാക്ഷൻ വന്നാൽ അക്സെപ്റ്റ് ചെയ്യേണ്ടതില്ല. അടുത്ത ക്വസ്റ്റ്യൻ, എ സെറ്റ് ഹാസ് 10 എലമെൻറ്റ്സ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ വിത്ത് 3 എലമെൻറ്റ്സ്. അത് വളരെ എളുപ്പമാണ്. ഒരു സെറ്റിന് 10 എലമെൻറ്റ്സ് ഉണ്ട്. അതിന് 3 എലമെൻ്റ് ഉള്ള എത്ര സബ്സെറ്റ് ഉണ്ടാവും? ഒരു സെറ്റിന് ഒരുപാട് സബ്സെറ്റുകളുണ്ട്. നമുക്കറിയാം n എലമെൻ്റ് ഉള്ള സെറ്റിന് 2n സബ്സെറ്റുകൾ ഉണ്ടാവും എന്നറിയാം. അപ്പോൾ 10 എലമെൻ്റ് ഉള്ള സെറ്റിന് 10 എലമെൻ്റ് ഉള്ള സെറ്റിന് 210 സബ്സെറ്റുകൾ ഉണ്ടാവും. ആ സബ്സെറ്റുകൾ എന്ന് പറയുമ്പോൾ അതിൽ 1 എലമെൻറ്റ് മാത്രമുള്ള സബ്സെറ്റ് ഉണ്ട്, 2 എലമെൻ്റ് ഉള്ള സബ്സെറ്റ് ഉണ്ട്, എലമെൻ്റ് ഒന്നും ഇല്ലാത്ത സബ്സെറ്റും ഉണ്ട്, നൾ സെറ്റ്. അതുകൊണ്ട് 1 എലമെൻറ്റ് മാത്രമുള്ള സബ്സെറ്റ്, 2 എലമെൻ്റ് ഉള്ള സബ്സെറ്റ് ഉണ്ട്, 3 എലമെൻ്റ് ഉള്ള സബ്സെറ്റ് ഉണ്ട്. അങ്ങനെ പോയി 10 എലമെൻ്റ് ഉള്ള സബ്സെറ്റ്. 10 എലമെൻ്റ് ഉള്ള സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഇത്രയും സബ്സെറ്റുകളുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ ചോദിച്ചേക്കുന്നത് 3 എലമെൻ്റ് ഉള്ള എത്ര സബ്സെറ്റ് ഉണ്ട്? ഇത് എഴുതി നോക്കി കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. 10 എലമെൻ്റ് ഉള്ള സെറ്റ് എടുത്തിട്ട് അതിലെ 3 എലമെൻ്റ് ഉള്ള സബ്സെറ്റുകളെല്ലാം എഴുതി നോക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായ കാര്യമേ അല്ല. പിന്നെ എങ്ങനെ? നമുക്ക് ആലോചിച്ച് നോക്കിയേ. 3 എലമെൻ്റ് ഉള്ള സബ്സെറ്റ് ഉണ്ടാവണമെങ്കിൽ 3 എലമെൻറ്റുകളെ സെലക്ട് ചെയ്യണം. 10 എലമെൻ്റല്ലേ ഉള്ള, അതിൽ നിന്ന് 3 എലമെൻറ്റുകളെ സെലക്ട് ചെയ്തിട്ട് അതിനെ ഒരു സബ്സെറ്റായിട്ട് എഴുതാം. അപ്പോൾ 3 എലമെൻ്റ് ഉള്ളൊരു സബ്സെറ്റായി. അപ്പോൾ എത്ര സബ്സെറ്റ് ഉണ്ടാവും? എത്ര സെലക്ഷൻ പറ്റും നോക്കിയാൽ മതി. ആകെ 10 എലമെൻറ്റ്, അതിൽ 3 സെലക്ട് ചെയ്യണം. എത്ര രീതി പറ്റും? 10C3. അപ്പോൾ സബ്സെറ്റുകളുടെ എണ്ണം 10C3 ആയിരിക്കും. അത് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സബ്സെറ്റ്സ് വിത്ത് 2 എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് ക്യാപിറ്റൽ A is 10. നമ്പർ ഓഫ് സബ്സെറ്റ്സ് വിത്ത് 2 എലമെൻറ്റ്സ് എന്താണ്? 2 എലമെൻ്റ് ഉള്ള സബ്സെറ്റുകളുടെ എണ്ണം ഓഫ് എ സെറ്റ് ക്യാപിറ്റൽ A is 10. A എന്ന് പറയുന്ന ഒരു സെറ്റിൻ്റെ 2 എലമെൻ്റ് ഉള്ള സബ്സെറ്റുകളുടെ എണ്ണമാണ് 10. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് A. അങ്ങനെയാണെങ്കിൽ ആ A എന്ന സെറ്റിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കാണണം. അപ്പോൾ അവിടെ എങ്ങനെ തുടങ്ങുക? ലെറ്റ് ദെയർ ബി n എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് A. ആ A എന്ന സെറ്റിൽ n എലമെൻറ്റുകൾ ഉണ്ട് എന്ന് അസ്യൂം ചെയ്യുക. n എലമെൻറ്റുകളാണ് ഉള്ളത് എങ്കിൽ അതിന് 2 എലമെൻ്റ് ഉള്ള എത്ര സബ്സെറ്റ് ഉണ്ടാവും? 2 എലമെൻ്റ് ഉള്ള സബ്സെറ്റ് ഉണ്ടാവണമെങ്കിൽ അതിൽ നിന്ന് 2 എലമെൻറ്റുകളെ സെലക്ട് ചെയ്തിട്ടൊരു സബ്സെറ്റായിട്ട് എഴുതിയാൽ മതി. അപ്പോൾ 2 എലമെൻ്റ് ഉള്ള എത്ര സബ്സെറ്റ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഈ 2 എലമെൻറ്റുകൾ സെലക്ട് ചെയ്യുമ്പോൾ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും എന്നറിഞ്ഞാൽ മതി. നമുക്കറിയാമല്ലോ ആകെ n എലമെൻ്റ് ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതിൽ 2 സെലക്ട് ചെയ്യുകയാണെങ്കിൽ സെലക്ഷൻ്റെ എണ്ണം NC2 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 2 എലമെൻ്റ് ഉള്ള സബ്സെറ്റുകളുടെ എണ്ണവും NC2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഇപ്പോൾ തുടങ്ങിയത് എങ്ങനെയാണ്? ലെറ്റ് ദെയർ ബി n എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് ക്യാപിറ്റൽ A. ദെൻ നമ്പർ ഓഫ് സബ്സെറ്റ്സ് വിത്ത് 2 എലമെൻറ്റ്സ് ഈസ് ഈക്വൽ ടു NC2. പക്ഷേ നമ്പർ ഓഫ് സബ്സെറ്റ് വിത്ത് 2 എലമെൻറ്റ്സ് 10 ആണെന്ന് തന്നിട്ടുണ്ട്. ഗിവൺ നമ്പർ ഓഫ് സബ്സെറ്റ് വിത്ത് 2 എലമെൻറ്റ്സ് ഈസ് ഈക്വൽ ടു 10. അപ്പോൾ എന്ത് സംഭവിക്കും? NC2 ഈസ് ഈക്വൽ ടു 10. ഇതുപോലെ തന്നെ NC2 എന്നിൽ തുടങ്ങി 2 ഫാക്ടറുകൾ ന്യൂമറേറ്ററിൽ എഴുതുന്നു. അപ്പോൾ n × n-1 ബൈ താഴെ 2 ഫാക്ടർ 1 × 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 2 × 20 ഇതാവും. ഇവിടെ n × n n² ആവും. n × -1 -n ആവും. അപ്പോൾ n² - n = 20. 20 ലെഫ്റ്റ് കൊണ്ടുവരിക. n² - n -20 = 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഫാക്ടറൈസേഷൻ വെച്ച് ചെയ്യാം. പ്രോഡക്റ്റ് -20യും അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -20യും ആഡ് ചെയ്യുമ്പോൾ എന്നിൻ്റെ കോയിഫിഷ്യൻ്റായ -1ഉം കിട്ടുന്ന 2 നമ്പേഴ്സ് അത് -5ഉം +4ഉമാണ്. ഇപ്പോൾ നമുക്കതിനെ n-5 × n+4 = 0 എന്ന് എഴുതാം. നേരത്തെ പോലെ തന്നെ 2 ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടിയാൽ ഏതെങ്കിലും ഒന്ന് 0 ആവണം. അപ്പോൾ n-5 = 0 ഓർ n+4 = 0. അവിടുന്ന് n = 5 ഓർ n = -4 എന്ന് കിട്ടി. അപ്പോൾ n-ൻ്റെ വാല്യൂ കിട്ടി. പക്ഷെ ഓർക്കുക, n എന്ന് പറയുന്നത് എലമെൻറ്റുകളുടെ എണ്ണമാണ്. എലമെൻറ്റുകളുടെ എണ്ണം നെഗറ്റീവ് ആകാൻ പറ്റില്ല. അപ്പോൾ n = 5 എന്നേ വരാൻ പറ്റൂ. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് = 5. വേണമെങ്കിൽ ഇതിൽ നിന്ന് വേണമെങ്കിൽ ചോദിക്കാം ഇതിന് എത്ര സബ്സെറ്റ് ഉണ്ട് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. കാരണം ഒരു സെറ്റിൻ്റെ എലമെൻറ്റുകളുടെ എണ്ണം കിട്ടി 5 എന്ന്. അപ്പോൾ നമുക്ക് സബ്സെറ്റുകളുടെ എണ്ണം എഴുതാൻ പറ്റും 2⁵5 എന്ന്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ദാറ്റ് മീൻസ് ഈ 2 ചാപ്റ്ററുകൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട്
സെറ്റ്. അപ്പോൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസിൻ്റെ ചോദ്യവുമായി സെറ്റിലെ ചോദ്യവുമായി ആ രീതിയിൽ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ ബൈ ജോയിനിങ് 10 പോയിന്റ്സ് ഓൺ എ സർക്കിൾ? ഈ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളത് ആ കോഡ് എന്ന് പറയുന്നത് എന്താ? കോഡ് എന്ന് പറഞ്ഞത് ഒരു സർക്കിളിൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ എടുത്തിരിക്കുകയാണ്. ആ സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റുകൾ എടുക്കുക. ഏതെങ്കിലും 2 പോയിന്റ് നമ്മൾ ചൂസ് ചെയ്തു. സർക്കിളിലുള്ള 2 പോയിന്റുകളാണ്. ഈ 2 പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് കോഡ്. മലയാളത്തിൽ ഞാണ് എന്നാണ് പറയുന്നത് തോന്നുന്നു. മലയാളം മീഡിയംകാർ ഉദ്ദേശിച്ചാണ് സൂചിപ്പിച്ചത്. അപ്പോൾ കോഡ് മീൻസ് സർക്കിളിലുള്ള 2 പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. സർക്കിൾ തന്നെ ആവണമെന്നൊന്നുമില്ല, ഏതൊരു കർവും വരയ്ക്കാം. നമ്മൾ ഇനിയും പഠിക്കാനൊക്കെ ഉണ്ട്. നമുക്ക് പരാബോള പഠിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എലിപ്സ് എന്നും പറഞ്ഞൊരു ഷേപ്പ് ഉണ്ട്. അപ്പോൾ എങ്ങനെ എന്ത് കർവ് ആയിക്കൊള്ളട്ടെ, അതിൽ നിന്ന് 2 പോയിന്റ് എടുത്തിട്ട് അതിനെ തമ്മിൽ ജോയിൻ ചെയ്താൽ അതിനെ കോഡെന്ന് വിളിക്കും. അപ്പോൾ ഒരു കോഡ് ഉണ്ടാവണമെങ്കിൽ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം. ദാറ്റ് മീൻസ് 2 പോയിന്റുകളെ സെലക്ട് ചെയ്തിട്ട് ആ 2 പോയിന്റുകൾ ജോയിൻ ചെയ്താൽ കോഡായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ ബൈ ജോയിനിങ് 10 പോയിന്റ്സ് ഓൺ എ സർക്കിൾ? സർക്കിളിൽ 10 പോയിന്റുകളാണ് തന്നേക്കുന്നത് എങ്കിൽ എത്ര കോഡ് വരയ്ക്കാം? അപ്പോൾ 10 പോയിന്റ് തന്നിട്ടുണ്ട്. ഒരു കോഡ് വരയ്ക്കണമെങ്കിൽ ആ 10 പോയിന്റുകളിൽ നിന്ന് 2 പോയിന്റുകളെ നമ്മൾ സെലക്ട് ചെയ്യണം. എടുത്തിട്ട് ആ 2 പോയിന്റുകൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു കോഡായി. അടുത്ത 2 പോയിന്റുകൾ സെലക്ട് ചെയ്യുന്നു, ജോയിൻ ചെയ്യുമ്പോൾ മറ്റൊരു കോഡായി. അങ്ങനെ 2 പോയിന്റുകൾ വീതം സെലക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് കോഡ്സ് ഇങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ എത്ര കോഡ്സ് വരയ്ക്കാം? എത്ര കോഡ്സ് വരയ്ക്കാമെന്ന് ചോദിച്ചാൽ എത്ര സെലക്ഷൻ നടത്താൻ പറ്റും നോക്കിയാൽ മതി. 10 പോയിന്റ് അല്ലേ തന്നിരിക്കുന്നത്, അതിൽ 2 എണ്ണം അല്ലേ സെലക്ട് ചെയ്യുന്നത്. എത്ര സെലക്ഷൻ നടത്താൻ പറ്റും? നമ്മൾ പഠിച്ചത് എന്താണ്? ആകെ n എണ്ണമുണ്ട്. 6 എണ്ണം സെലക്ട് ചെയ്യുകയാണെങ്കിൽ സെലക്ഷൻ്റെ എണ്ണം NCR എന്ന് പഠിച്ചില്ലേ? അതനുസരിച്ച് സെലക്ഷൻ്റെ എണ്ണം 10C2 ആ. അപ്പോൾ നമ്പർ ഓഫ് കോഡ്സ് ഡ്രോൺ എന്ന് പറയുന്നത് 10C2 ആണ്. ദാറ്റ് മീൻസ് 10 × 9 / 1 × 2. ആൻസർ 45. അടുത്ത ചോദ്യം, ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ by joining 20 points on a plane? No 3 points are collinear. ഈ കൊളീനിയർ എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? കൊളീനിയർ എന്ന് പറഞ്ഞാൽ കുറേ പോയിന്റുകൾ തന്നിരിക്കുന്നു. ഈ പോയിന്റുകളെല്ലാം ഒരേ ലൈനിലാണ് വരുന്നത് എങ്കിൽ, ഇപ്പോൾ നോക്കിയേ, ആ പോയിന്റുകൾ നോക്കിയേ, ഒരേ ലൈനില്ല, എല്ലാ പോയിന്റും ഒരേ ലൈനിൽ വന്നിരിക്കുക. ഇങ്ങനെയാണ് വരുന്നത് എങ്കിൽ നമ്മൾ പറയും ആ പോയിന്റുകൾ കൊളീനിയർ ആണ് എന്ന് പറയും. എന്നാൽ ഞാൻ വേറൊരു 3 പോയിന്റുകൾ മാർക്ക് ചെയ്യാം. വേറെ 3 പോയിന്റുകൾ മാർക്ക് ചെയ്യാൻ പോകണം. 3 പോയിന്റുകളാണ്. ഈ പോയിന്റുകൾ ഒരേ ലൈനിലല്ല വന്നിരിക്കുന്നത്. ഈ പോയിന്റുകളെ ജോയിൻ ചെയ്ത് നമുക്ക് ലൈൻ വരയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ഈ പോയിന്റുകൾ നോൺ കൊളീനിയർ പോയിന്റ്സ്, കൊളീനിയർ അല്ലാത്ത പോയിന്റ്. കൊളീനിയർ അല്ലാത്ത പോയിന്റ് ഒരു പ്രത്യേകതയുണ്ട്. ഇതിനെ പരസ്പരം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടണമെങ്കിൽ കൊളീനിയർ അല്ലാത്ത 3 പോയിന്റുകൾ വേണം. കൊളീനിയർ അല്ലാത്ത 3 പോയിന്റുകളെ ജോയിൻ ചെയ്താൽ ഒരു ട്രയാങ്കിൾ കിട്ടും. കൊളീനിയർ ആയിട്ടുള്ള 3 പോയിന്റ് ആണെങ്കിൽ ട്രയാങ്കിൾ കിട്ടത്തില്ല, ഒരു ലൈനെ കിട്ടത്തുള്ളൂ. അവിടെ ഏത് 2 പോയിന്റ് ജോയിൻ ചെയ്താലും ലൈൻ, ഇപ്പോൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്ത ലൈൻ, എങ്ങനെ ജോയിൻ ചെയ്ത ലൈൻ തന്നെയാണ്, അതെല്ലാം ഒറ്റ ലൈൻ തന്നെ ആയിരിക്കും. പക്ഷേ കൊളീനിയർ അല്ലാത്ത 3 പോയിന്റ് ആണെങ്കിൽ അതിനെ പരസ്പരം ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഒരു ട്രയാങ്കിൾ കിട്ടണമെങ്കിൽ 3 പോയിന്റുകൾ, കൊളീനിയർ അല്ലാത്ത 3 പോയിന്റ് എടുത്തിട്ട് ആ 3 പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ട്രയാങ്കിൾ കിട്ടുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചിന്തിക്കാം. ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ ബൈ ജോയിനിങ് 20 പോയിന്റ്സ് ഓൺ എ പ്ലെയിൻ? നോ 3 പോയിന്റ്സ് ആർ കൊളീനിയർ. 20 പോയിന്റുകളാണ് പ്ലെയിനിലുള്ളത്, പക്ഷേ 1 പോയിന്റ് കൊളീനിയർ. നോ 3 പോയിന്റ്സ് ആർ കൊളീനിയർ. ഈ നോ 3 പോയിന്റ്സ് കൊളീനിയർ എന്നൊരു കാര്യമുണ്ട്. എപ്പോഴും 2 പോയിന്റുകൾ എപ്പോഴും കൊളീനിയർ ആയിരിക്കും. ഇപ്പോൾ 2 പോയിന്റ്, ഇപ്പോൾ ഈ 2 പോയിന്റ് എവിടെയോ മാർക്ക് ചെയ്തിട്ട് 2 പോയിന്റ് നമ്മൾ എവിടെ മാർക്ക് ചെയ്യും? ഞാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് ഒരു പോയിന്റ് മാർക്ക്. തീർച്ചയായിട്ടും നമുക്ക് ഈ 2 പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ലൈൻ വരയ്ക്കാൻ പറ്റും. അപ്പോൾ 2 പോയിന്റുകൾ എപ്പോഴും കൊളീനിയർ ആണ്. അതുകൊണ്ട് മിനിമം കൊളീനിയാരിറ്റി പറയുന്നത് 3 3-ലധികമോ പോയിന്റുകൾ ഒരു ലൈനിൽ വന്നാൽ അതിനെ കൊളീനിയർ എന്ന് പറയും. ഇങ്ങനെയാണ് കൊളീനിയറിറ്റി ഡെഫിനിഷൻ. മിനിമം 3 പോയിന്റ് പറയണം. കാരണം 2 പോയിന്റുകൾ എപ്പോഴും കൊളീനിയറാണ്. പക്ഷേ 3 പോയിന്റ് എപ്പോഴും കൊളീനിയർ ആയിരിക്കണമെന്നില്ല. കൊളീനിയർ അല്ലാത്ത 3 പോയിന്റ് ആണെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്താൽ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇവിടെ 20 പോയിന്റ്സ് തന്നിരിക്കുന്നു. നോ 3 പോയിന്റ്സ് ആർ കൊളീനിയർ. ദാറ്റ് മീൻസ് ഏത് 3 പോയിന്റ് എടുത്താലും കൊളീനിയർ ആവത്തില്ല. ദാറ്റ് മീൻസ് ഏത് 3 പോയിന്റുകൾ നമ്മൾ സെലക്ട് ചെയ്താലും അതിനെ ജോയിൻ ചെയ്ത് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും?
തന്നിരിക്കുന്ന 20 പോയിന്റ്സാ. ഒരു ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ 3 പോയിന്റുകൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് ആ 3 പോയിന്റുകളെ ജോയിൻ ചെയ്യുമ്പോഴാണ് ട്രയാങ്കിൾ ഉണ്ടാവുക. അപ്പോൾ എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും, എത്ര സെലക്ഷൻ നടത്താൻ പറ്റും നോക്കിയാൽ മതി. 20 പോയിന്റ് അല്ലേ ഉള്ളത്, 3 പോയിന്റ് അല്ലേ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ എത്ര സെലക്ഷൻ നടത്താൻ പറ്റും എന്ന് പരിശോധിച്ചാൽ മതി. ആകെ 20 എണ്ണമുണ്ട്, അതിൽ 3 എണ്ണം സെലക്ട് ചെയ്യണം. സെലക്ഷൻ്റെ എണ്ണം 20C3 ആണ്. അപ്പോൾ വരയ്ക്കാൻ കഴിയുന്ന ട്രയാങ്കിളുടെ എണ്ണവും അത് തന്നെയാണ് 20C3. അപ്പോൾ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഡ്രോൺ ഇസ് ഈക്വൽ ടു 20C3. അപ്പോൾ 20യിൽ തുടങ്ങിയ 3 ഫാക്ടേഴ്സാണ് 20 × 19 × 18 ബൈ താഴെ 1 × 2 × 3. ഇത് സിംപ്ലിഫൈ ചെയ്ത് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം. അപ്പോൾ ചോദ്യത്തിനൊരു പ്രത്യേകത ഉണ്ട്. There are 10 points in a plane in which 4 points are collinear. How many triangles can be drawn by joining these points? Then how many straight lines can be drawn by joining these points? ഇത് അല്പം ഒന്ന് ചിന്തിക്കാം. 10 പോയിന്റുകളാണ് തന്നിരിക്കുന്നത്. അതിൽ 4 പോയിന്റുകൾ കൊളീനിയറാണ്. ആദ്യത്തെ ചോദ്യം എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാൻ കഴിയും എന്നാണ്. നമുക്ക് അത് ആൻസർ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ 10 പോയിന്റുകളാണ് ഉണ്ടായിരുന്നത്. ഈ 10 പോയിന്റുകളിൽ എല്ലാം കൊളീനിയർ അല്ലാത്ത പോയിന്റുകളായിരുന്നെങ്കിൽ നമുക്ക് എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും? കൊളീനിയർ അല്ലാത്ത പോയിന്റാണ് എല്ലാമെങ്കിൽ എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും? അത് നമ്മൾ നേരത്തെ കണ്ടതാ 10C3. കാരണം 10 പോയിന്റിൽ നിന്ന് 3 എണ്ണം സെലക്ട് ചെയ്ത് അതിനെ പരസ്പരം ജോയിൻ ചെയ്യുമ്പോൾ ട്രയാങ്കിളായി. അപ്പം എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഈ 3 എണ്ണം വീതം എത്ര സെലക്ഷൻ നടത്താൻ പറ്റുമോ അത്രയും ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും 10C3. എപ്പോഴാ? ഈ തന്നിരിക്കുന്ന 10 പോയിന്റുകളും കൊളീനിയർ അല്ലാത്ത പോയിന്റുകളാണെങ്കിൽ 10C3 ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. 4 പോയിന്റുകൾ കൊളീനിയർ പോയിന്റുകളാണ്. ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുക 4 പോയിന്റുകൾ കൊളീനിയർ പോയിന്റുകൾ. 4 പോയിന്റ് 10 പോയിന്റ് ഉണ്ട് ഇവിടെ. പക്ഷെ 10 പോയിന്റുകൾ ഉള്ളതിൽ 4 പോയിന്റുകൾ കൊളീനിയറാണ്. 10 പോയിന്റ് കൊളീനിയർ അല്ലാത്ത 10 പോയിന്റുകളുണ്ട്. പോയിന്റുകൾ. പക്ഷെ പ്രശ്നം എന്താണ്? ഇതിലെ 4 പോയിന്റുകൾ കൊളീനിയർ. ഈ 4 പോയിന്റ് ഈ കൊളീനിയർ ആകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ 4 പോയിന്റുകളിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും 3 പോയിന്റ് സെലക്ട് ചെയ്താൽ, ഈ കൊളീനിയർ ആയിട്ടുള്ള 4 എണ്ണം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഏതെങ്കിലും 3 എണ്ണമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ പരസ്പരം ജോയിൻ ചെയ്താൽ ട്രയാങ്കിൾ കിട്ടില്ല. അപ്പോൾ ഈ പോയിന്റും ഈ പോയിന്റ് സെലക്ട് ചെയ്തു, പരസ്പരം ജോയിൻ ചെയ്താൽ ഒരു ലൈൻ മാത്രമേ കിട്ടൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 10 പോയിന്റുകളുണ്ട്. ആ 10ഉം കൊളീനിയർ അല്ലാത്ത പോയിന്റ് ആയിരുന്നെങ്കിൽ നമുക്ക് 10C3 ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ ഈ 10 എണ്ണത്തിൽ 4 പോയിന്റുകൾ കൊളീനിയറായി പോയിരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ആ 4 പോയിന്റിൽ നിന്ന് 3 എണ്ണം സെലക്ട് ചെയ്താൽ ട്രയാങ്കിൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ 4 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം സെലക്ട് ചെയ്യുന്നു. അത് എത്ര രീതിയിൽ പറ്റും? 4C3 രീതിയിൽ പറ്റും. അപ്പോൾ ആ 4C3 രീതിയിലുള്ള സെലക്ഷനുകളിൽ ട്രയാങ്കിൾ ഉണ്ടാവില്ല. അപ്പോൾ ശരിക്കും 10C3 ഉണ്ടാവേണ്ടതായിരുന്നു. 10 പോയിന്റുകൾ തന്നിരിക്കുന്നത് 10ഉം കൊളീനിയർ അല്ലാത്ത പോയിന്റ് ആയിരുന്നെങ്കിൽ 10C3 ട്രയാങ്കിൾസ് ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ 10C3 ഉണ്ടാവത്തില്ല. എന്തുകൊണ്ട്? 4 എണ്ണം കൊളീനിയർ അല്ലാത്ത കൊളീനിയർ ആയിട്ടുള്ള പോയിന്റുകളാണ്. അപ്പോൾ അതിൽ നിന്ന് 3 സെലക്ട് ചെയ്ത് ജോയിൻ ചെയ്താൽ ട്രയാങ്കിൾ കിട്ടത്തില്ല. അപ്പോൾ 4C3 കേസുകളിൽ ട്രയാങ്കിൾ കിട്ടത്തില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ട്രയാങ്കിൾസിൻ്റെ എണ്ണം വരിക എന്താണ്? 10C3 - 4C3. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഡ്രോൺ ഈസ് ഈക്വൽ ടു 10C3 - 4C3 എന്ന് വരും. ഇതാണ് ആൻസർ. അപ്പോൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ there are 10 points in a plane. No 3 points are collinear. ഒരു പോയിന്റുകളും കൊളീനിയർ അല്ല എന്നായിരുന്നു ചോദ്യമെങ്കിൽ ട്രയാങ്കിൾസിൻ്റെ എണ്ണം 10C3. പക്ഷെ അതിൽ 4 എണ്ണം കൊളീനിയർ ആയപ്പോൾ എന്ത് പറ്റി? ട്രയാങ്കിൾസിൻ്റെ എണ്ണം 10C3 - 4C3 എന്നായി. ഇനി ഒരെണ്ണം കൂടിയുണ്ട്. ഹൗ മെനി സ്ട്രെയിറ്റ് ലൈൻസ് ക്യാൻ ബി ഡ്രോൺ ബൈ ജോയിനിങ് ദീസ് പോയിന്റ്സ്? എത്ര സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാൻ പറ്റും? അത് നമുക്ക് വീണ്ടും ഒന്ന് ആലോചിക്കാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ 2 പോയിന്റുകളെ ജോയിൻ ചെയ്യണം. അപ്പോൾ ദാറ്റ് മീൻസ് 2 പോയിന്റുകളെ സെലക്ട് ചെയ്ത് ജോയിൻ ചെയ്താലാണ് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാവുക. അപ്പോൾ 10 പോയിന്റുകൾ തന്നിരിക്കുന്നു. എല്ലാം കൊളീനിയർ അല്ലാത്ത പോയിന്റ് ആയിരുന്നെങ്കിൽ എത്ര സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഈ 10 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്ത് വരച്ചാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പോൾ 10C2 സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാൻ പറ്റും. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ? 10C2 വരയ്ക്കാൻ പറ്റില്ല. കാരണം ഇതിൽ 4 പോയിന്റുകൾ കൊളീനിയറായി പോയിരിക്കുക. അപ്പോൾ ഈ 4 പോയിന്റുകളിൽ നിന്നാണ് നമ്മൾ 2 എണ്ണം സെലക്ട് ചെയ്തതെങ്കിൽ എന്താ സംഭവിക്കുക? ഈ 4 പോയിന്റുകളിൽ നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്യുമ്പോൾ ഈ 4 പോയിന്റ് കൊളീനിയർ അല്ലായിരുന്നുവെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? 4 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്യുന്നു, നമുക്കൊരു ലൈൻ കിട്ടും.
വേറെ 2 എണ്ണം സെലക്ട് ചെയ്യുന്നു, നമുക്ക് വേറെ ലൈൻ കിട്ടും. അപ്പോൾ ആ 4 എണ്ണത്തിൽ നിന്ന് 2 വീതം സെലക്ട് ചെയ്ത് ലൈൻസ് വരച്ചാൽ നമുക്ക് 4C2 ലൈൻസ് വരയ്ക്കാൻ പറ്റേണ്ടതായിരുന്നു അല്ലേ. 4C2 ലൈൻസ്, ദാറ്റ് മീൻസ് 4 × 3 / 1 × 2 6 ലൈൻസ് വരയ്ക്കാൻ പറ്റേണ്ടതായിരുന്നു. പക്ഷേ 6 ലൈൻസ് വരയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ 4C2 ലൈൻസ് വരയ്ക്കാൻ പറ്റില്ല. കാരണം അതിലെ 2 പോയിന്റുകൾ നമ്മൾ ജോയിൻ ചെയ്താൽ, ഫോർ എക്സാമ്പിൾ അതിൽ നിന്ന് ഞാൻ ആദ്യത്തെ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ പോയിന്റും ഈ പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുന്നു, ഒരു ലൈൻ കിട്ടും. ഇനി ആദ്യത്തെയും മൂന്നാമത്തെയും ജോയിൻ ചെയ്താൽ അതേ ലൈൻ തന്നെ കിട്ടുന്നത്. ആദ്യത്തെയും 4-മത്തെയും ജോയിൻ ചെയ്താൽ അപ്പോഴും അതേ ലൈൻ തന്നെ കിട്ടുന്നത്. ഇനി 2-മത്തെയും 3-മത്തെയും തമ്മിൽ ജോയിൻ ചെയ്ത് നോക്കിയേ, 2-മത്തെയും 3-മത്തെയും തമ്മിൽ ഈ സെക്കൻഡ് പോയിന്റും തേർഡ് പോയിന്റും ജോയിൻ ചെയ്താൽ സെയിം ലൈൻ തന്നെ കിട്ടുന്നത്. സെക്കൻഡും ഫോർത്തും ജോയിൻ ചെയ്താൽ അപ്പോഴും ഒരേ ലൈൻ തന്നെ കിട്ടുന്നത്. അപ്പോൾ എപ്പോഴെല്ലാം ഒരു ലൈനേ കിട്ടത്തുള്ളൂ. അപ്പോൾ 4C2 ലൈൻസ് കിട്ടേണ്ടതായിരുന്നു, പക്ഷെ ഒന്നേ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഒന്നുകൂടി ചിന്തിക്കുക. 10 പോയിന്റ് ഉണ്ട്, അതിൽ 2 സെലക്ട് ചെയ്ത് ലൈൻസ് വരയ്ക്കുമ്പോൾ ഈ പോയിന്റുകളെല്ലാം കൊളീനിയർ അല്ലാത്ത പോയിന്റ് ആയിരുന്നെങ്കിൽ 10C2 ലൈൻസ് വരയ്ക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ 4 പോയിന്റുകൾ കൊളീനിയറായി പോയി. അപ്പോൾ എന്ത് പറ്റും? അതിൽ നിന്ന് 4 പോയിന്റിൽ നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്യുമ്പോൾ 4C2 ലൈൻസ് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ 4C2 ലൈൻസ് ഉണ്ടാവത്തില്ല, ഒന്നേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? 10C2 ഉണ്ടാവേണ്ടതായിരുന്നു, അതിൽ 4C2 ഉണ്ടാവില്ല, പക്ഷെ ഒന്നുണ്ടാവും എന്നും പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? 10C2 - 4C2 + 1 എന്ന് എഴുതേണ്ടി വരും. 4C2 ഉണ്ടാവില്ല, പകരം ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 4C2 കുറച്ച് 1 കൂട്ടേണ്ടി വരും. അപ്പോൾ നമ്പർ ഓഫ് സ്ട്രൈറ്റ് ലൈൻസ് ഡ്രോൺ എന്ന് പറയുന്നത് എന്താവും? 10C2 - 4C2 + 1. 10C2 കാണാൻ നമുക്കറിയാം, 10 × 9 / 1 × 2 - 4C2 4 × 3 / 1 × 2 + 1. ആ വാല്യൂസ് എല്ലാം സിംപ്ലിഫൈ ചെയ്ത് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, ട്രയാങ്കിൾസ് 10 പോയിന്റിൽ 4 എണ്ണം കൊളീനിയറാണ്. അപ്പോൾ ട്രയാങ്കിൾസിൻ്റെ എണ്ണം 10C3 - 4C3 ആണ്. കാരണം 10ൽ 3 എടുക്കുമ്പോൾ 10C3 ഉണ്ടാവേണ്ടതായിരുന്നു, പക്ഷെ 4 എണ്ണം കൊളീനിയർ ആയതുകൊണ്ട് അതിൽ നിന്ന് 3 എടുക്കുമ്പോൾ ട്രയാങ്കിൾ ഉണ്ടാവില്ല. അപ്പോൾ 4C3 ട്രയാങ്കിൾസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് 10C3 - 4C3. നിങ്ങൾ അതുപോലെ സ്ട്രൈറ്റ് ലൈൻസിൻ്റെ കേസിലും നിങ്ങൾ ചിന്തിക്കാൻ പോകുന്ന 10C2 - 4C2 എന്നാണ്. പക്ഷെ അങ്ങനല്ല, ഒരു +1 കൂടി വരും. +1 കൂടി വരാൻ കാരണം നമ്മൾ 4C2 ഇവിടെ നമ്മൾ പറഞ്ഞത് ട്രയാങ്കിൾ ഉണ്ടാകുമ്പോൾ 4C3 കേസുകളിൽ ട്രയാങ്കിൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് 4C3 കുറച്ചത്. പക്ഷെ ഇവിടെയോ 4C2 കേസിൽ ലൈൻ ഉണ്ടാവില്ല, പക്ഷെ ഒന്നുണ്ടാവും. 4C2 ഉണ്ടാവാതിരിക്കത്തില്ല, ഒരെണ്ണം ഉണ്ടാവും. അതുകൊണ്ടാണ് 4C2 മൈനസ് ചെയ്തിട്ട് 1 ആഡ് ചെയ്തത്. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഓർത്തു വെച്ചോളാം. ട്രയാങ്കിൾസിൻ്റെ എണ്ണത്തിലും സ്ട്രൈറ്റ് ലൈൻസിൻ്റെ എണ്ണത്തിലും ഉണ്ടാവുന്ന വ്യത്യാസം. ട്രയാങ്കിൾസിൻ്റെ എണ്ണത്തിൽ 10C3 - 4C3 എന്നാണെങ്കിൽ സ്ട്രൈറ്റ് ലൈനിൻ്റെ എണ്ണം 10C2 - 4C2 എന്നല്ല, അതിൻ്റെ കൂടെ +1 കൂടി വരും. അടുത്ത ചോദ്യം, how many diagonals has a polygon of 8 sides? How many diagonals has a polygon of 8 sides? പോളിഗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു 3 സൈഡ് ഉള്ളതിനെ ട്രയാങ്കിൾ എന്ന് വിളിക്കും, 4 സൈഡ് ആകുമ്പോൾ ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കും, 5 സൈഡ് ആകുമ്പോൾ പെൻറ്റഗൺ എന്ന് വിളിക്കും, 6 സൈഡ് ആകുമ്പോൾ ഹെക്സഗൺ എന്ന് വിളിക്കും. ഇങ്ങനെ ഓരോന്നിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ജനറലി ഇതിനും എല്ലാത്തിനും കൂടെ ചേർത്ത് പറയുന്ന പേര് പോളിഗൺ. അപ്പോൾ 8 സൈഡുള്ളൊരു പോളിഗൺ, ഞാൻ 8 സൈഡുള്ളൊരു പോളിഗൺ വരയ്ക്കാൻ പോവാം. 8 സൈഡുള്ള പോളിഗൺ വരയ്ക്കാൻ പോവാം. എട്ട് സൈഡുള്ള പോളിഗണാണ് വരച്ചിരിക്കുന്നത്. നോക്കിയേ, ഇതിൻ്റെ വെർട്ടെക്സുകൾ, ഈ പോയിന്റുകളാണ് നമ്മൾ വെർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. മലയാളത്തിൽ ശീർഷം എന്താ പറയുന്നതെന്ന് തോന്നുന്നു. എത്ര വെർട്ടെക്സ് ഉണ്ടെന്ന് നോക്കിയേ, 1 2 3 4 5 6 7 8. അപ്പോൾ പോളിഗണിൽ 8 സൈഡ് ഉണ്ടെങ്കിൽ അതിന് 8 വെർട്ടെക്സുകളും ഉണ്ടാവും. ഇപ്പോൾ 8 വെർട്ടെക്സുകൾ എന്ന് പറയുമ്പോൾ 8 പോയിന്റുകളാണ്. ഇപ്പോൾ ഏതെങ്കിലും 2 വെർട്ടെക്സ് എടുത്തിട്ട് പരസ്പരം ജോയിൻ ചെയ്താൽ, ഇപ്പോൾ ഞാൻ ഈ 2 വെർട്ടെക്സ്, ഈ വെർട്ടെക്സും ഈ വെർട്ടെക്സും പരസ്പരം ജോയിൻ ചെയ്താൽ നമുക്കൊരു സൈഡാണ് കിട്ടുക. ഇത് രണ്ടും ജോയിൻ ചെയ്താൽ ഒരു സൈഡാണ് കിട്ടുക. ഇത് രണ്ടും ജോയിൻ ചെയ്താൽ ഒരു സൈഡാണ് കിട്ടുക. എന്നാൽ അതിന് പകരം ഞാൻ ഈ 2 വെർട്ടെക്സുകളെ തമ്മിൽ ജോയിൻ ചെയ്തു. ഇതൊരു ഡയഗണല. ഈ ഡയഗണൽ എന്ന് പറഞ്ഞാൽ അടുത്തടുത്തല്ലാത്ത 2 വെർട്ടെക്സുകൾ, അഡ്ജസൻ്റ് അല്ലാത്ത 2 വെർട്ടെക്സുകളെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് ഡയഗണൽ കിട്ടുന്നത്. അപ്പോൾ ഇതൊരു ഡയഗണല, ഇത് മറ്റൊരു ഡയഗണല, ഇത് വേറൊരു ഡയഗണല. ഇനിയും നമുക്ക് ഒരുപാട് ഡയഗണൽസ് വരയ്ക്കാൻ പറ്റും, ഒരുപാട് ഡയഗണൽസ് ഇതിനകത്ത് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ വെർട്ടെക്സും ഈ വെർട്ടെക്സുമായി ജോയിൻ ചെയ്താൽ വേറൊരു ഡയഗണൽ കിട്ടും. ഇതും തമ്മിൽ ജോയിൻ ചെയ്താൽ മറ്റൊരു ഡയഗണൽ കിട്ടും. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ പോളിഗണിന്
8 സൈഡാണുള്ളത്, 8 വെർട്ടെക്സ് ആണുള്ളത്. 8 സൈഡുമുണ്ട്, 8 വെർട്ടെക്സുമുണ്ട്. നമ്മൾ ഏതെങ്കിലും അപ്പോൾ 8 വെർട്ടെക്സ് ഉണ്ടാകുമ്പോൾ ഈ വെർട്ടെക്സുകളെ പരസ്പരം ജോയിൻ ചെയ്താൽ, 2 വെർട്ടെക്സ് എടുത്തിട്ട് ആ 2 വെർട്ടെക്സുകളെ പരസ്പരം ജോയിൻ ചെയ്താൽ നമുക്ക് ഒന്നുകിൽ ഒരു സൈഡ് കിട്ടും, അല്ലെങ്കിൽ ഒരു ഡയഗണൽ കിട്ടും. അപ്പോൾ ഈ 2 വെർട്ടെക്സുകൾ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ആ പോളിഗണിൻ്റെ ഒരു സൈഡാണ് കിട്ടിയത്. ഇത് രണ്ടും ജോയിൻ ചെയ്തപ്പോഴും ഒരു സൈഡാണ് കിട്ടിയത്. അടുത്ത പോയിന്റോട് ജോയിൻ ചെയ്തപ്പോഴും സൈഡാണ് കിട്ടിയത്. അടുത്ത് ജോയിൻ ചെയ്തപ്പോഴും സൈഡാണ് കിട്ടിയത്. ഇപ്പോഴും സൈഡാണ് കിട്ടിയത്. ഇപ്പോഴും സൈഡാണ് കിട്ടിയത്. ഇത് സൈഡാണ് കിട്ടിയത്. ഇത് സൈഡാണ് കിട്ടിയത്. പക്ഷേ ഇവിടെ കിട്ടിയത് ഡയഗണലാണ്. ഇത് മറ്റൊരു ഡയഗണലാണ്. അടുത്ത വേറൊരു ഡയഗണൽ, അടുത്ത മറ്റൊരു ഡയഗണൽ, അപ്പോൾ അടുത്ത മറ്റൊരു ഡയഗണൽ. ഇനിയും നമുക്ക് ഒരുപാട് ഡയഗണൽസ് വരയ്ക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ 8 വെർട്ടെക്സ് ഏതെങ്കിലും 2 വെർട്ടെക്സ് തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്താൽ ഒന്നുകിൽ നമുക്കൊരു സൈഡ് കിട്ടും, അല്ലെങ്കിൽ ഒരു ഡയഗണൽ കിട്ടും. ഏതെങ്കിലും ഒന്നായിരിക്കും കിട്ടുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 2 വെർട്ടെക്സുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് എത്ര ലൈൻസ് വരയ്ക്കാൻ പറ്റും, എത്ര ലൈൻ സെഗ്മെന്റ് വരയ്ക്കാൻ പറ്റും, അത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 8 വെർട്ടെക്സ് അല്ലേ ഉള്ള, 8 പോയിന്റ് അല്ലേ ഉള്ളത്. അതിൽ 2 തമ്മിൽ ജോയിൻ ചെയ്യുന്നു. 2 തമ്മിൽ ജോയിൻ ചെയ്യുന്നു പറഞ്ഞാൽ 2 സെലക്ട് ചെയ്തു എന്നാണ്. അങ്ങനെ സെലക്ട് ചെയ്താൽ നമുക്ക് എത്ര ലൈൻ സെഗ്മെന്റ്സ് വരയ്ക്കാൻ പറ്റും? ആകെ 8 വെർട്ടെക്സ് ഉണ്ട്. അതിൽ 2 സെലക്ട് ചെയ്യുമ്പോൾ വരയ്ക്കാൻ കഴിയുന്ന ലൈൻ സെഗ്മെന്റുകളുടെ എണ്ണം 8c2 ആണ്. അപ്പോൾ അങ്ങനെ നോക്കാം. എ പോളിഗൺ ഓഫ് 8 സൈഡ്സ് ഹാസ് 8 വെർട്ടിസസ്. വെൻ വി ജോയിൻ എനി 2 വെർട്ടിസസ് വി ഗെറ്റ് എയ്തർ എ സൈഡ് ഓർ എ ഡയഗണൽ. ഒന്നുകിൽ ഒരു സൈഡ് കിട്ടും, അല്ലെങ്കിൽ ഒരു ഡയഗണൽ കിട്ടും. നമ്പർ ഓഫ് ലൈൻ സെഗ്മെന്റ്സ് ഡ്രോൺ ബൈ ജോയിനിങ് എനി 2 വെർട്ടിസസ്. ഏതെങ്കിലും 2 വെർട്ടെക്സുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കാൻ കഴിയുന്ന ലൈൻ സെഗ്മെന്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 8c2 ആണ്. ദാറ്റ് മീൻസ് കാരണം 2 വെർട്ടെക്സുകൾ സെലക്ട് ചെയ്ത് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ എത്ര ലൈൻ സെഗ്മെന്റ് വരയ്ക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എത്ര സെലക്ഷൻ നടത്താൻ പറ്റും നോക്കിയാൽ മതി. 8c2 സെലക്ഷൻ നടത്താൻ പറ്റും. അതെത്രയാണ്? 8ൽ തുടങ്ങി 2 ഫാക്ടർ 8 into 7 ബൈ താഴെ 1ൽ തുടങ്ങി 2 ഫാക്ടർ 1 into 2 28 എന്ന് കിട്ടും. അപ്പോൾ 28 ലൈൻ സെഗ്മെന്റ് വരയ്ക്കാൻ പറ്റും. പക്ഷേ ഈ 28 ലൈൻ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സൈഡ്സുമുണ്ട്, ഡയഗണൽസുമുണ്ട്. അപ്പോൾ ഡയഗണൽസിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൽ നിന്ന് സൈഡിൻ്റെ എണ്ണം മൈനസ് ചെയ്താൽ മതി. നമ്പർ ഓഫ് സൈഡ്സ് 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരച്ച ലൈൻ സെഗ്മെന്റുകളുടെ എണ്ണം 28, പക്ഷേ സൈഡ്സിൻ്റെ എണ്ണം 8. അപ്പോൾ ഡയഗണൽസിൻ്റെ എണ്ണം എത്രയാണ്? നമ്പർ ഓഫ് ഡയഗണൽസ് എത്രയാവും? ഈ 28 മൈനസ് 8. അത് ആകെ ലൈൻ സെഗ്മെന്റിൻ്റെ എണ്ണത്തിൽ നിന്ന് സൈഡ്സിൻ്റെ എണ്ണം മൈനസ് ചെയ്താൽ മതി. 28 മൈനസ് 8 = 20. ഇതാണ് ഡയഗണൽസിൻ്റെ എണ്ണം. അടുത്ത ചോദ്യം, ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് വിത്ത് 2 ഡിഫറെൻറ്റ് വവൽസ് ആൻഡ് 3 ഡിഫറെൻറ്റ് കൺസോണൻസ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്? ഇവിടെ ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ് ആൽഫബറ്റിൽ നിന്ന് 2 വവൽസും 3 കൺസോണൻസും എടുത്തിട്ട് അതുപയോഗിച്ച് എത്ര വേർഡ് ഫോം ചെയ്യാൻ പറ്റും? നമുക്കറിയാം ഇംഗ്ലീഷിൽ 5 വവലും 21 വവൽസ് അറിയാമല്ലോ. EIOU ആണ് വവൽസ്. 5 വവൽസ് ഉണ്ട്. ബാക്കിയുള്ള ലെറ്റേഴ്സിനെയാണ് നമ്മൾ കൺസോണൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 5 വവൽസും 21 കൺസോണൻസുമാണുള്ളത്. ആ 5 വവൽസിൽ നിന്ന് 2 വവൽസും 21 കൺസോണൻസിൽ നിന്ന് 3 കൺസോണൻസും എടുത്തുകൊണ്ട് എത്ര വേർഡ് ഫോം ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെ 2 കാര്യങ്ങളുണ്ട്. 2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളൊരു സെലക്ഷൻ നടത്തണം. എന്ത് സെലക്ഷൻ? 5 വവൽസിൽ നിന്നും 2 വവൽസ് സെലക്ട് ചെയ്യണം. അത് ചെയ്യണം. അതോടൊപ്പം 21 കൺസോണൻസിൽ നിന്ന് 3 കൺസോണൻസും സെലക്ട് ചെയ്യണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം നമ്മൾ 2 വവലും 3 കൺസോണൻറ്റും സെലക്ട് ചെയ്യുന്നു. അപ്പോൾ 2 വവലും 3 കൺസോണൻറ്റും ചേർന്ന് 5 ലെറ്ററായി. 5 ലെറ്റർ സെലക്ട് ചെയ്ത് വെച്ചാൽ വേർഡാവില്ലല്ലോ. 5 ലെറ്റർ സെലക്ട് ചെയ്ത് കൈ എടുത്ത് വെച്ചിരിക്കുക, അതൊരു വേർഡാവില്ല. വേർഡാവണമെങ്കിൽ ആ ലെറ്ററിനെ നമ്മൾ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ 5 എണ്ണത്തിനെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ആദ്യം സെലക്ഷൻ നടത്തണം. എങ്ങനെ? 2 വവലും 3 കൺസോണൻറ്റും. 5 വവൽസിൽ നിന്ന് 2 വവൽസും 21 കൺസോണൻസിൽ നിന്ന് 3 കൺസോണൻസും സെലക്ഷനാണ് ആദ്യം നടത്തേണ്ടത്. അങ്ങനെ 5 എണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ നടത്തിയ സെലക്ഷനെ പിന്നെ അറേഞ്ച് ചെയ്യണം. അപ്പോഴേ നമുക്ക് വേർഡാവും. അപ്പോൾ ഇതെങ്ങനെ എണ്ണം കണ്ടുപിടിക്കും? അവിടെ നമ്മൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഉപയോഗിക്കേണ്ടി വരും. എന്താ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ? ഒരു കാര്യം M രീതിയിലും മറ്റൊന്ന് N രീതിയിലും ചെയ്താൽ 2 ഒരുമിച്ച് M × N രീതി ചെയ്യാം. അപ്പോൾ 5 വവൽസിൽ നിന്നും 2 വവൽസ് അത് എത്ര രീതിയിൽ ചെയ്യാൻ പറ്റും? 5c2 രീതിയിൽ ചെയ്യാൻ പറ്റും. 21 കൺസോണൻസിൽ നിന്ന് 3 കൺസോണൻസ് അത് എത്ര രീതിയിൽ പറ്റും? 21c3 പറ്റും. അപ്പോൾ എന്താണ്? ഫസ്റ്റ് വി ഹാവ് ടു സെലക്ട് 2 വവൽസ് ആൻഡ് 3 കൺസോണൻസ്. നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 2 വവൽസ് ആൻഡ് 3 കൺസോണൻസ് എന്താ വരിക? 2 വവൽസ് 5c2 രീതിയിലും 3 കൺസോണൻസ് 21c3 രീതിയിലും 2 ഒരുമിച്ചാകുമ്പോൾ
ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിന്റെ ആപ്ലിക്കേഷൻ വരുന്നു. 5C2 ഇൻറ്റു 21C3 രീതിയിൽ സെലക്ഷൻ നടത്താൻ പറ്റും. പക്ഷെ സെലക്ഷൻ നടത്തിയതുകൊണ്ട് മാത്രം വേടാവില്ല. ഇപ്പം നമ്മൾ സെലക്ഷൻ നടത്തി വെച്ചിരിക്കുക, എത്രയാ, 2 വോവലും 3 കൺസോണൻറ്റും, അങ്ങനെ 5 ലെറ്റേഴ്സ് സെലക്ട് ചെയ്തിരിക്കുക. ഇനി എന്ത് ചെയ്യണം? ഈ സെലക്ട് ചെയ്ത 5 എണ്ണത്തിനെ അറേഞ്ച് ചെയ്യണം. നൗ വി ഹാവ് ടു അറേഞ്ച് ദ സെലക്റ്റഡ് 5 ലെറ്റേഴ്സ്. എത്ര രീതി പറ്റും? ആകെ 5 എണ്ണമല്ലേ ഉള്ളത്. ആ 5 എണ്ണവും അറേഞ്ച്മെൻറ്റിന് ഉപയോഗിക്കുകയാണല്ലോ. അപ്പോൾ ആകെ n ഉണ്ട്. എന്നും അറേഞ്ച്മെൻറ്റിന് ഉപയോഗിക്കുമ്പോൾ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം, അറേഞ്ച്മെൻറ്റ് മീൻസ് പെർമിറ്റേഷനുകളുടെ എണ്ണം NPN ആണ്. അപ്പോൾ 5P5 ആണ്. ദാറ്റ് മീൻസ് 5 ഫാക്ടോറിയൽ ആണ്. അവൻ വേർഡ്സിൻ്റെ എണ്ണം എന്ത് ചെയ്യും? ആദ്യം സെലക്ഷൻ നടത്തി, അത് 5C2 ഇൻറ്റു 21C3 ആണ്. ദെൻ സെലക്ട് ചെയ്ത 5 എണ്ണത്തെ അറേഞ്ച് ചെയ്തു, അത് 5 ഫാക്ടോറിയൽ ആണ്. ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് വേർഡാവുന്നത്. വീണ്ടും ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിക്കുകയാണ്. എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബൈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, number of words formed with 2 vowels and 3 consonants is equal to 5C2 into 21C3 into 5 factorial. അതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അതുപോലെ ചെയ്യുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് തെറ്റാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. തെറ്റുന്ന 2 രീതിയിലാണ്. ഒന്ന്, ഈ 5 ഫാക്ടോറിയൽ ഇത് മറന്നു പോകും. 5C2 ഇൻറ്റു 21C3 മാത്രം എഴുതി വയ്ക്കും. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചാൽ പോരാ. കാരണം 5C2 ഇൻറ്റു 21C3 ആകുമ്പോൾ സെലക്ഷനേ ആയുള്ളൂ, അറേഞ്ച്മെൻ്റ് ആയില്ല. മറ്റൊന്ന് പറ്റുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഈ അറേഞ്ച്മെൻറ്റ് വേർഡ് ഫോം ചെയ്യുന്നു എന്ന് കേട്ടതുകൊണ്ട് ചിലരെന്ത് എഴുതി വയ്ക്കും? 5P2 ഇൻറ്റു 21P3 എന്ന് എഴുതിക്കും. അതും തെറ്റാണ്. കാരണം 5P2 എന്ന് പറഞ്ഞാൽ 5 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യുന്നതാണ് 5P2. 21P3 എന്ന് പറഞ്ഞാൽ 21 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം എടുത്ത് അറേഞ്ച്, അങ്ങനെയല്ല ചെയ്യുന്നത്. 5 നിന്ന് 2 എടുത്ത് അറേഞ്ച് ചെയ്യുകയല്ല, 21 നിന്ന് 3 എടുത്ത് അറേഞ്ച് ചെയ്യുകയല്ല. പിന്നെയോ 5 വവലിൽ നിന്ന് 2 വവലും 21 കൺസോണൻറ്റിൽ നിന്ന് 3 കൺസോണൻറ്റും സെലക്ഷനാണ് ആദ്യം നടത്തുന്നത്. അതാണ് 5C2 ഇൻറ്റു 21C3. ദെൻ ആ സെലക്ട് ചെയ്ത 5 എണ്ണത്തിനെ അറേഞ്ച് ചെയ്യുകയാണ്. അതാണ് 5 ഫാക്ടോറിയൽ. ഇതുകൂടെ 3 കൂടെയുള്ള മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. ഇതുപോലെ ചെയ്യേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഹൗ മെനി വേർഡ്സ് കൺസിസ്റ്റിംഗ് ഓഫ് 3 വോവൽസ് ആൻഡ് 2 കൺസോണൻറ്റ്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇൻവല്യൂട്ട്. ഇൻവല്യൂട്ട് എന്ന വേർഡ് നിങ്ങൾ നോക്കുക, എത്ര വോവലുണ്ട്? I ഒരു വോവലാണ്, O ഉണ്ട്, U ഉണ്ട്, E ഉണ്ട്, 4 വോവലുണ്ട്. കൺസോണൻസ് ഏതൊക്കെ ഉണ്ട്? N, V, L, T. 4 കൺസോണൻറ്റ്. അപ്പോൾ 4 വോവലും 4 കൺസോണൻറ്റും. അതിൽ നിന്ന് 3 വോവലും 2 കൺസോണൻറ്റും ഉള്ള വേർഡ് ഫോം ചെയ്യണം. 4 വോവലിൽ നിന്ന് 3 വോവൽ, അത് 4C3. 4 കൺസോണൻറ്റിൽ നിന്ന് 2 കൺസോണൻറ്റ് 4C2. അപ്പോൾ 4C3 ഇൻറ്റു 4C2 വരും. പക്ഷേ സെലക്ഷൻ നടത്തിയാൽ മാത്രം വേർഡ് ആവില്ല. ഈ സെലക്ട് ചെയ്ത 5 എണ്ണത്തെ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 5 ഫാക്ടോറിയൽ വരും. ആ രീതിയിൽ നമുക്കത് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, അതും തെറ്റിപ്പോകാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇൻ എ പഞ്ചായത്ത് there are 10 members. Women contest only in 50% സീറ്റ്. പഞ്ചായത്തിൽ 10 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ സ്ത്രീകൾ മത്സരിക്കുന്നത് 50%. 50% എന്ന് പറഞ്ഞാൽ ഹാഫാണ്, പകുതിയാണ്. 100% ഫുള്ള്, 50% എന്ന് പറഞ്ഞാൽ ഹാഫാണ്. അപ്പോൾ എത്ര വിമൺ മെമ്പേഴ്സ് ഉണ്ടാവും? 10 മെമ്പേഴ്സ് ആകെയുണ്ട്. അതിൽ പകുതി വിമൺ ആണെന്ന് പറയുമ്പോൾ 5 പേരുണ്ടാവും. ദ പോസ്റ്റ് ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ആർ റിസർവ്ഡ് ഫോർ വിമൺ. പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും പോസ്റ്റ് എന്ത് ചെയ്തിരിക്കുകയാണ്? ദേ ആർ റിസർവ്ഡ് ഫോർ വിമൺ എന്ന് പറയുമ്പോൾ 5 വിമൺ മെമ്പേഴ്സ് ആണുള്ളത്. ആ 5 പേരിൽ നിന്നാണ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും സെലക്ട് ചെയ്യേണ്ടത്. 10 പേരുണ്ടെങ്കിലും അതിൽ 5 അല്ലേ വിമൺ ഉള്ളൂ. പോസ്റ്റ് 2 റിസർവ്ഡ് ആണ് ഫോർ വിമൺ. അപ്പോൾ ആ 5 പേരിൽ നിന്നേ നമുക്ക് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും സെലക്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ചോദ്യം, ഇൻ ഹൗ മെനി വേയ്സ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ക്യാൻ ബി സെലക്ടഡ്? എത്ര രീതിയിൽ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും സെലക്ട് ചെയ്യാൻ പറ്റും? അപ്പോൾ 5 വിമൺ മെമ്പേഴ്സിൽ നിന്നാണ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കാനുള്ള സാധ്യത, പ്രസിഡന്റും വൈസ് പ്രസിഡന്റും 2 പേർ. അപ്പോൾ 5-ൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യണം. അപ്പോൾ 5C2 ഇതായിരിക്കും നമ്മളിപ്പോൾ ഈ ചോദ്യത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ആൻസറായി നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, 5C2 എന്ന് പറഞ്ഞാൽ എന്താ? 5-ൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഈ 2 പേരെ സെലക്ട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. 2 പേരെ സെലക്ട് ചെയ്താൽ അതൊരു കമ്മിറ്റിയേ ആവത്തുള്ളൂ. പിന്നെന്താ വേണ്ട? ഈ 2 പേരിൽ ആര് പ്രസിഡന്റ് ആവണോ ആര് വൈസ് പ്രസിഡന്റ് ആവണമെന്നും കൂടെ തീരുമാനിക്കേണ്ടി വരും. ഇപ്പോൾ എയും ബിയുമാണ് എടുത്തതെന്ന് വിചാരിക്കുക. 5 പേരുണ്ട്. അതിൽ എ എന്നും ബി എന്നും 2 പേര്. നമുക്ക് എയെ പ്രസിഡന്റ് ആക്കാം, ബിയെ വൈസ് പ്രസിഡന്റ് ആക്കാം. അപ്പോൾ എ ബി എന്നായി. തിരിച്ചും ചെയ്യാം. എന്താണ്? ബിയെ പ്രസിഡന്റും എ വൈസ് പ്രസിഡന്റും ആക്കാം. അപ്പം ബി എ ആവാം. അപ്പോൾ എ ബിയും ആകാം, ബി എയും ആകാം. അത് സെലക്ഷൻ അല്ല, അത് അറേഞ്ച്മെന്റാണ്. സെലക്ഷൻ എന്ന് പറയുമ്പോൾ എ ബി ബി എ 2 എണ്ണം ഇല്ല, എ ബി അത്രയേ ഉള്ളൂ. എ ബി എന്നും ബി എ എന്നും 2 ഡിഫറൻ്റ് ആയിട്ടില്ല. അത് അറേഞ്ച്മെന്റാണ്. ഇവിടെ ചോദ്യത്തിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, 10 മെമ്പേഴ്സ് ഉണ്ട്, അതിൽ 5 വിമൺ ആണ്. അതിൽ നിന്ന് 2 പേരുള്ള കമ്മിറ്റി ഉണ്ടാക്കണം. എത്ര
എത്ര എഴുതി പറ്റും എന്ന് ചോദിച്ചാൽ 5C2 ആ. പക്ഷേ രണ്ടുപേരുള്ള കമ്മിറ്റി ഉണ്ടാക്കാന്നല്ല, പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും എടുക്കണം എന്നാണ്. അപ്പോൾ അത് രണ്ടുപേരെ എടുക്കുമ്പോൾ അതിൽ എയും ബിയും എഴുതുന്ന രണ്ടുപേരെ എടുത്താൽ അത് എ പ്രസിഡന്റും ബി വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് AB-യും, തിരിച്ച് ബി പ്രസിഡന്റും എ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് BA-യുമാണ്. അപ്പോൾ അത് ശരിക്കും ഒരു സെലക്ഷൻ അല്ല, അതൊരു അറേഞ്ച്മെന്റ് ആണ്. അതുകൊണ്ട് അറേഞ്ച്മെന്റുകളുടെ എണ്ണമാണ്, സെലക്ഷനുകളുടെ എണ്ണം അല്ല എടുക്കേണ്ടത്. 5 പേരിൽ നിന്നുള്ള അറേഞ്ച്മെന്റുകളുടെ എണ്ണമാണ് എടുക്കേണ്ടത്. ദാറ്റ് മീൻസ് 5P2 ആണ്. അപ്പോൾ നോക്കുക എന്തുവരും. അപ്പോൾ അവിടെ വരുന്നത് ഇത്രയാണ്. ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് 10, നമ്പർ ഓഫ് വിമൻ മെമ്പേഴ്സ് 5, സെലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഫ്രം 5 women members is an arrangement. It is not a common selection. It is an arrangement or a permutation. അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ആ സെന്റൻസ് ഒന്നും എഴുതണമെന്നില്ല. Therefore, number of ways of selecting president and vice president is equal to 5C2 അല്ല 5P2 ആണ്. 5P2 കാണുമ്പോൾ നമുക്കറിയാമല്ലോ, 5ൽ തുടങ്ങി 2 ഫാക്ടർ 5 into 4. 5C2 ആണെങ്കിൽ by 1 into 2 കൂടി വരും. 5P2 ആകുമ്പോൾ അത് വരില്ല. 5 into 4 that means 20. ഇപ്പം ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണിത്, അബദ്ധം പറ്റുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ച വർഷം മിക്കവാറും എല്ലാ കുട്ടികളും ഏതാണ്ട് ഒരു 99% കുട്ടികളും 5C2 ആണ് ആൻസർ എഴുതിയത്. 5C2 അല്ല 5P2 ആണ് എന്നുള്ളത് ആലോചിക്കുക. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എഴുതാം. എങ്ങനെയാ? 2 പേരെ സെലക്ട് ചെയ്തു, ദെൻ ആ സെലക്ട് ചെയ്ത 2 പേരെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായിട്ട് അറേഞ്ച് ചെയ്തു. അപ്പോൾ എങ്ങനെ എഴുതാം? ആദ്യം സെലക്ട് ചെയ്തു, അപ്പോൾ 5C2 ഇൻറ്റു ഇനി ആ 2 പേരെ അറേഞ്ച് ചെയ്യണം. പ്രസിഡന്റ് ഒരാൾ വൈസ് പ്രസിഡന്റ് ഒരാൾ തിരിച്ചും അറേഞ്ച് ചെയ്യും. അത് 2 ഫാക്ടോറിയൽ. 5C2 ഇൻറ്റു 2 ഫാക്ടോറിയൽ അങ്ങനെ എഴുതാം. അത് രണ്ടും ഒന്നാ. NPR ഇൻറ്റു R ഫാക്ടോറിയൽ NCR അല്ലേ? അപ്പോൾ 5C2 ഇൻറ്റു 2 ഫാക്ടോറിയൽ 5P2 ആ. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിലും ആൻസർ എഴുതാം. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇനിയും നമുക്ക് കുറച്ച് പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് തുടർന്നുള്ള ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, താങ്ക്സ്.